फेवा है वो हिंदी में ट्रांसलेट करेगी. So over to you, Brother Alvin. Audible ആണോ? Praise the Lord. Okay. എന്നെ പരിചയപ്പെടുത്തിയ ബ്ലസ്സൻ സഹോദരനുള്ള നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. इस समय मुझे परिचय के हुए भाई ब्लेसिंग को मैं धन्यवाद कहना चाहता हूँ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമം ഈ നല്ല രാത്രിയിൽ മഹത്വപ്പെടട്ടെ. प्रभु यीशु मसीह का मधुर नाम इस रात के समय महिमा हो. എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ ദേവദാസി ഓർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मेरे लिए ट्रांसलेट करने वाली बहन को परमेश्वर आशीष करे. ഈ ഗോഡ് സീക്കർ എന്ന ഈ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന സ്റ്റെഫിൻ ദേവദാസിനെ ഓർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस ग्रुप के जो फाउंडर हैं भाई स्टेफिन, उनके लिए मैं परमेश्वर का धन्यवाद करता हूँ. കൂടെ അഡ്മിൻസ് ആയിരിക്കുന്ന ബ്രദർ ഷോൺ, ബ്രദർ സാം, സിസ്റ്റർ റേച്ചൽ, സിസ്റ്റർ ടെസ, ഇവരെ ഓർ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. और जितने भी एडमिन्स इस ग्रुप से जुड़े हुए हैं, भाई शॉन, भाई सैम और रेचल दीदी और टेजा दीदी, उन सबको मैं परमेश्वर के नाम से वंदना करता हूँ. മാത്രമല്ല ഇന്നത്തെ മീറ്റിംഗിന്റെ ലീഡിംഗ് ചെയ്യുന്ന പ്രിയ ദേവദാസൻ ദൈവം അനുഗ്രഹിക്കട്ടെ. और आज रात की मीटिंग को लीड करने वाली बहन को भी परमेश्वर आशीष करे. എന്നോടൊപ്പം ബൈബിൾ കോളേജിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. ജോണ്, അതുപോലെ തന്നെ ഗ്രേസൻ, ഹാൻസൺ ഒക്കെ ഉണ്ട്. അവരെ ഞാൻ ഓർത്ത് സ്തുതിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. और मेरे साथ बाइबल कॉलेज में पढ़ाई करने वाले भाइयों को भी मैं इस वक्त वंदना कहता हूँ और सबको परमेश्वर बहुत आयत से आशीष करे. എല്ലാവരുള്ള എന്നെ ഈ മീറ്റിംഗ് ക്ഷണിച്ച ഈ ഗ്രൂപ്പിലുള്ളവരോടും അതുപോലെ തന്നെ എനിക്ക് പരിചയപ്പെടുത്തിയ പ്രിയപ്ലസൻ സഹോദരനുള്ള ദൈവനാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. और उसी समय इस ग्रुप में मुझे बुलाए हुए और मुझे परिचय किए हुए भाई को भी मैं परमेश्वर यीशु मसीह के नाम से वंदना करता हूँ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. और इस वक्त हम थोड़ी देर परमेश्वर के वचन में से मनन करने जा रहे हैं और ये जो विषय है वो बहुत ज्यादा मैं अपने जीवन में सोचने वाला एक विषय है. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം അതിന്റെ 28 വാക്യമാണ്. യെശയ്യാ ചാപ്റ്റർ 44 verse 28. एशिया चैप्टर 44 verses 28 हम निकालेंगे. വായിക്കുവാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സഹോദരിക്ക് കഴിയുമെങ്കിൽ വായിച്ചു നന്നായിരുന്നു. जो कुस्रू के विषय में कहता है, वह मेरा ठहराया हुआ चरवाहा है और मेरी इच्छा पूरी करेगा. यरूशलेम के विषय कहता है, वह बसाई जाएगी और मंदिर के विषय तेरी नींव डाली जाएगी. ആമേൻ, സ്തോത്രം. ഈ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. इस वचन के लिए मैं परमेश्वर का धन्यवाद करता हूँ. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കോരശിനെ കുറിച്ച് പ്രവചന ശബ്ദമായി വെളിപ്പെട്ടൊരു ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കപ്പെട്ടത്. और यहाँ पे हम पढ़ते हैं कि परमेश्वर के द्वारा जो कुस्रू के लिए भविष्यवाणी की गई, उस विषय में हम यहाँ पे पढ़ते हैं. കോരശ് ആരാണ് എന്ന് നാം ആദ്യം ചിന്തിക്കാൻ പോവുകയാണ്. हम सबसे पहले ये ध्यान करेंगे कि कुस्रू जो यहाँ पे दिया गया है वो क्या है. കോരശ് എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. സൺ, സൂര്യൻ. और उस शब्द का अर्थ है सूरज, सूर्य. കോസിസ് ഒന്നാമന്റെ പുത്രനാണ് കോരശ് എന്ന് പറയുന്ന വ്യക്തി. और कोसिस नाम के व्यक्ति का पुत्र है कुस्रू. താൻ ജനിച്ചത് മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും താൻ വളർന്നത് വനത്തിലായിരുന്നു, അർത്ഥം കാട്ടിലായിരുന്നു. उसका जन्म माता पिता के द्वारा ही हुआ था, लेकिन वो हमेशा अपनी जिंदगी में एक जंगल में रहा है.
തന്നെ വളർത്തിയത് മാതാപിതാക്കളായിരുന്നില്ല, തന്നെ വളർത്തിയത് കാട്ടിലെ മൃഗമായിരുന്നു. और उसको बढ़ाए हुए उसके माता पिता नहीं थे, बल्कि उस जंगल के जानवरों ने उसे बढ़ाया था. നമ്മെ എല്ലാം വളർത്തിയത് നമ്മളെ മാതാപിതാക്കളാണ്. हम सबको हमारे माता पिता ने पाला पोसा है. എന്നാൽ കോരശിനെ വളർത്തിയത് കാട്ടിലെ കാട്ടുചെന്നായി ആയിരുന്നു. लेकिन खुसरो को जिसने पाल पोस कर बढ़ाया वो जंगल का एक जानवर था. നമ്മളെല്ലാം മാതാവിന്റെ പാൽ കുടിച്ചാണ് വളർന്നതെങ്കിൽ കോരശ് കാട്ടുചെന്നായിയുടെ പാൽ കുടിച്ചായിരുന്നു വളർന്നിരുന്നത്. हम सब ने अपनी माँ के दूध को पीकर हम बड़े हुए हैं, लेकिन खुसरो ने उस जानवर के दूध को पीकर वो बड़ा हुआ था. അവന്റെ സാഹചര്യമെല്ലാം നെഗറ്റീവിന്റെ രീതിയായിരുന്നു. और उसके जीवन के जो जरिया था वो सब पूरा नेगेटिव था. അവന് സഹോദരങ്ങൾ എന്ന് പറയുവാനോ ബന്ധുക്കൾ എന്ന് പറയുവാനോ ആരുമില്ല. और उसके लिए कोई भाई बंधु नहीं है, कोई रिलेटिव्स नहीं है. അവന്റെ കൂടെ ഫ്രണ്ട്സ് എന്ന് പറയുവാൻ ആരും അവന്റെ അടുക്കളില്ല. और दोस्त कहने के लिए उसके पास कोई नहीं है. അവന്റെ സ്വന്തം എന്ന് പറയുവാൻ ആരും അവന്റെ അടുക്കളില്ല. और खुद का ऐसे कहने के लिए उसके पास कोई नहीं है. താൻ വനത്തിലാണ് ആയിരിക്കുന്നത്. वो एक जंगल में है. എന്നാൽ ദൈവം അവനെ നോക്കി പറഞ്ഞു, ഇവൻ എന്റെ ഇടയൻ ആകുന്നു. लेकिन परमेश्वर ने उसे देखकर इस प्रकार कहा कि वो मेरा चरवाहा है. ആരും അവനെ സ്വന്തം എന്ന് പറയുവാൻ അവന്റെ അടുക്കൽ ആരും ഇല്ലെങ്കിലും ദൈവം അവനെ നോക്കി പറഞ്ഞു, അവൻ എന്റെ ഇടയനാകുന്നു. उसको सगा कहने के लिए उसके पास कोई नहीं था, लेकिन परमेश्वर खुद उसके लिए कहता है कि वो मेरा चरवाहा है. ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. हे परमेश्वर के बच्चों, जो हम अकेलापन महसूस करते हैं, परमेश्वर तुमसे कहते हैं कि हम परमेश्वर के बच्चे हैं. ആരും ആശ്വസിപ്പിക്കാൻ അടുത്തില്ലായിരിക്കാം, അപ്പനും അമ്മയും അരികിലില്ലായിരിക്കാം, പക്ഷെ ദൈവം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. आसरा देने के लिए, हौसला देने के लिए कोई भी आपके पास नहीं होगा, लेकिन परमेश्वर कहते हैं कि आप परमेश्वर के बच्चे हैं. മറ്റാരും അവന് സ്വന്തമെന്ന് പറയാനില്ലെങ്കിലും സ്വർഗം തുറന്ന് ദൈവം പറഞ്ഞു, ഇവൻ എന്റേതാണ്. और किसी ने उसको नहीं कहा कि वो उसका सगा है या खुद का है, लेकिन परमेश्वर ने स्वर्ग खोलकर बोला कि ये मेरा है. വേദനിക്കപ്പെടുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, വേദനകൾ മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. हे भाई, हे बहन, जो इस वक्त दर्द में है, उस दर्द में से परमेश्वर आपके साथ बोल रहा है कि आपको दर्द सहने के लिए आपके पास परमेश्वर है. എന്റെ അരികിൽ ആരുമില്ല, എന്റെ അടുത്ത് ആരുമില്ലെന്ന് ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, अगर कोई ऐसा है कि निराशा में है कि मेरे पास कोई नहीं है, അയ്യോ ഞാൻ യൗവനക്കാരനാണ്, യൗവനക്കാരത്തി ആയതുകൊണ്ട് എന്നോട് ആരും സഹകരിക്കുന്ന എല്ലാവരും എന്നെ മറ്റൊരു തരത്തിലാണ് കാണുന്നതെന്ന് പറയുന്നെങ്കിൽ, अगर आप ऐसे सोचते हैं कि मैं युवा हूं, मैं युवती हूं और सारे मुझे अजीब रीति से देखते हैं, പക്ഷെ സ്വർഗം തുറന്ന് ദൈവം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. लेकिन परमेश्वर आपसे कहते हैं कि आप परमेश्वर के हैं. കോരശിന്റെ അവസ്ഥകളെല്ലാം ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു. और खुसरो के जीवन की जो रीतियां थी वो कोई भी अंगीकार नहीं कर सकता था, പക്ഷെ ദൈവം അവനെ അംഗീകരിച്ചു. लेकिन परमेश्वर ने उसे स्वीकार किया. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം തിരഞ്ഞെടുപ്പ് എന്നതാണ്. और आज का जो चिंता का विषय है, ध्यान मनन का विषय है, वो है चुनाव. അവൻ വളർന്നത് രാജകൊട്ടാരത്തിലോ ഭവനത്തിലോ ആയിരുന്നില്ല, വളർന്നത് കാട്ടിലായിരുന്നു. वो किसी राजमहल में या घर में नहीं जन्मा था, बल्कि वो एक जंगल में पाला पोसा गया था. പക്ഷെ ദൈവം അവന്റെ അവസ്ഥകളെ മനസ്സിലാക്കി അവനെ ദൈവം തിരഞ്ഞെടുത്തു. लेकिन परमेश्वर ने उसकी अवस्थाओं को समझा और परमेश्वर ने उसे चुना. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൂപ്പിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങളുടെ അവസ്ഥകൾ കണ്ടാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നത്. നല്ലതെന്ന് കണ്ടാൽ മാത്രമേ ഓരോരുത്തരും തിരഞ്ഞെടുക്കത്തുള്ളൂ. और आज इस ग्रुप में शामिल हुए सभी लोगों को मैं कहना चाहता हूँ कि हर व्यक्ति अपने हिसाब से अच्छी बातों को देखकर ही चुनता है.
പക്ഷെ ദൈവം നല്ലവരെ മാത്രമല്ല, കൊള്ളാത്തവരെന്ന് പറഞ്ഞ മനുഷ്യർ തള്ളിയവരെ പോലും ദൈവം തിരഞ്ഞെടുക്കും. लेकिन परमेश्वर ऐसा नहीं है, वो सिर्फ अच्छे लोगों को नहीं, बल्कि जिन लोगों को मनुष्य ने ठुकराया है उन लोगों को भी परमेश्वर चुनता है. ഇവിടെ പറയുന്നു കോരശ് എന്റെ ഇടയനാകുന്നു. और यहाँ पे लिखा है कि कुस्रू मेरा चरवाहा है, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. और वो मेरी इच्छा सारी पूरी करेगा. അവൻ എന്റെ ഹിതമൊക്കെയും പ്രവർത്തിക്കും. वो मेरी इच्छा के अनुसार करेगा. ദൈവം പറയുന്നു ഞാൻ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ എന്റെ ഇടയനെന്ന് ഞാൻ കണ്ട, എന്റെ പൈതലെന്ന് ഞാൻ കണ്ട, परमेश्वर कहता है कि जिसको मैंने अपना चरवाहा माना है, जिसको मैंने अपना पुत्र माना है, അവനെ നോക്കി ദൈവം പറഞ്ഞു ഇവൻ എന്റെ ഹിതം പ്രവർത്തിക്കും. उसको देखकर परमेश्वर कहते हैं कि ये मेरी इच्छा को पूरा करेगा. ദൈവ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കുന്നു. आज के रात के समय पवित्र आत्मा आपसे इस प्रकार बात करता है, നിങ്ങൾ ദൈവത്തിൻ്റെതാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരായിരിക്കണം. और अगर आप परमेश्वर के हैं तो आप परमेश्वर की इच्छा के अनुसार करने वाले होने चाहिए. നാം ദൈവത്തിൻ്റെതാകുന്നതുകൊണ്ട് നാം ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരായിരിക്കണം. अगर हम परमेश्वर की ओर से हैं तो हम परमेश्वर की इच्छा पर चलने वाले होने चाहिए. ഏലിയാവിന്റെ ചരിത്രം പഠിച്ച ഏലിയാവ് ദൈവത്തിൻ്റെതായിരുന്നു, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി അവൻ നിന്നു. अगर एलिया के विषय में हम देखते हैं, हम पढ़ते हैं, तब वो एलिया परमेश्वर की इच्छा के अनुसार चलने वाला था. ദൈവഹിതം അവൻ പ്രവർത്തിച്ചത് കൊണ്ട് ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. उसने परमेश्वर की इच्छा को पूरा किया, इसलिए परमेश्वर ने उसकी इच्छाओं को भी पूरा किया. ദൈവത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ, നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചലിക്കും. जब हम परमेश्वर की इच्छा के अनुसार चलते हैं तो परमेश्वर हमारे लिए अद्भुत कार्य करता है. മോശ ദൈവത്തിൻ്റെതായിരുന്നു. മോശ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ जब मूसा ने परमेश्वर की इच्छा के अनुसार कार्य करना शुरू किया, മോശയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. उसी समय परमेश्वर ने मूसा के लिए कार्य करना शुरू किया. അവനെ കൊണ്ട് ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി. और उसके द्वारा लाल समुद्र को 2 भाग कर दिया. ദാവീദ് ദൈവത്തിൻ്റെതായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദാവീദ് പ്രവർത്തിച്ചത് കൊണ്ട്, और दाऊद ने परमेश्वर की इच्छा के अनुसार जब कार्य किया, ഗോലിയാത്ത് എന്ന ശത്രുവിനെ തകർക്കുവാൻ ദൈവം ദാവീദിനെ ഉപയോഗിച്ചു. गोलियात नामक शत्रु को हराने के लिए परमेश्वर ने उसको सामर्थ्य दिया. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെതാകുമ്പോൾ, हे मेरे प्रिय भाइयों, जब हम परमेश्वर के साथ खड़े हैं और परमेश्वर की इच्छा के अनुसार चलते हैं, നാം ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുമ്പോൾ, जब हम परमेश्वर की इच्छा के ऊपर कार्य करते हैं, ദൈവം നമുക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. तब परमेश्वर हमारे कार्यों को हमारे ऊपर कार्यों को करता है. പരിശുദ്ധാത്മാവിനെ ആ ദൂത് വീണ്ടും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരും. जब हम परमेश्वर की इच्छा के अनुसार कार्य करते हैं तो वो स्वर्गीय पिता हमारे लिए उतर कर आकर हमारे लिए कार्य करेगा. നമ്മെപ്പോൾ അനേക ചെറുപ്പക്കാർ ഈ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, जब हमारी तरह कई नौजवान लोग इस दुनिया के लिए कार्य करते हैं, ഈ ലോകത്തിലെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ, जब वो इस दुनिया की रीति रिवाज के अनुसार चलते हैं, നാം ദൈവത്തിന് വേണ്ടി നിൽക്കുകയും നാം ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരുമാണ്. और उसी समय हम परमेश्वर के लिए खड़े होते हैं और परमेश्वर की इच्छा के अनुसार करने वाले हैं. അതുകൊണ്ട് അവരിൽ സംഭവിക്കാത്തത് ദൈവം നമ്മുടെ മേൽ ചെയ്തെടുക്കും. इसलिए जो उनके उसमें दिखाई नहीं देता वो हमारे लिए परमेश्वर करता है. പത്രോസിന്റെ ചരിത്രം പഠിച്ച പത്രോസ് ദൈവഹിതം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, जब हम पत्रस के जीवन में देखते हैं, ദൈവം അവന് വേണ്ടി ചലിക്കുവാൻ തുടങ്ങി. जब वो परमेश्वर की इच्छा के अनुसार चला तब परमेश्वर उसके लिए कार्य किया. ഇവിടെ കോരശിനെ കുറിച്ച് പറയുന്നു, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. यहाँ कुस्रू के बारे में बोला गया है कि वो मेरी इच्छा को पूरी करेगा. എന്തായിരുന്നു ദൈവത്തിന്റെ ഹിതം കോരശ് ചെയ്തത്? और क्या इच्छा है जो कुस्रू ने परमेश्वर की इच्छा के अनुसार किया? ഒന്നാമതായി ദൈവം ചെയ്തത്,
ഒന്നാമത് കോരശ് ചെയ്തത്, और जो पहली इच्छा जो कुस्रू ने किया, ഒരു സാമ്രാജ്യം, ദൈവജനത്തെ ഒതുക്കി വച്ചിരുന്ന ഒരു സാമ്രാജ്യത്തെ തകർക്കുവാനിടയായി. एक साम्राज्य जो परमेश्वर की इच्छा के अनुसार नहीं था, उसको उसने नष्ट कर दिया. രണ്ടാമതായി കോരശ് ചെയ്തത്, और दूसरी बात जो कुस्रू ने किया, യെരൂശലേം പണിയുവാനുള്ള പണി നടത്തുവാനുള്ള അനുവാദം കൊടുത്തു. और यरूशलेम को दोबारा बनाने के लिए उसने अनुमति दिया. യെരൂശലേം പണിയുവാൻ മറ്റാരും സമ്മതിച്ചിരുന്നില്ല. किसी और ने अनुमति नहीं दिया था यरूशलेम को दोबारा बनाने के लिए. പക്ഷെ ദൈവത്തിന്റെ ആയിരുന്ന കോരശ് അനുവാദം കൊടുത്തു. लेकिन जो परमेश्वर की ओर से था कुस्रू, उसने अनुमति दिया. അത് ദൈവം കൊടുത്ത അനുവാദത്തിന് തുല്യമായിരുന്നു. और वो अनुमति परमेश्वर के समान था. ദൈവം നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുവാൻ ആഗ്രഹിച്ചാൽ, अगर परमेश्वर आपसे कोई कार्य करवाना चाहते हैं तो ദൈവം അതിനു വേണ്ടി നമ്മോട് കൂടെ ഇരിക്കും. तो उसके लिए परमेश्वर हमारे साथ संग रहेगा. സാമ്പ്രദരെ, നമ്മെ കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ എതിർപ്പായി എഴുന്നേൽക്കും. भाई सैम, जब हमसे परमेश्वर कोई कार्य करवाना चाहते हैं तो बहुत लोग हमारे अविरुद्ध खड़ेंगे. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെതായതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി അനുവാദമായി എഴുന്നേൽക്കും. लेकिन जब हम परमेश्वर के हैं तो परमेश्वर हमारे लिए अनुमति देता है. ദൈവത്തിന്റെ ജനമേ, നിങ്ങളെ കൊണ്ട് ദൈവം ശുശ്രൂഷ ചെയ്യിക്കുവാൻ ആഗ്രഹിച്ചാൽ, हे परमेश्वर के बच्चे, जब परमेश्वर आपसे एक सेवकाई करवाना चाहते हैं तो അതിന് മറ്റുള്ളവർ തടസ്സമായി നിന്നാലും, चाहे लोग उसके लिए उसके विरोध में खड़े हो, ഒരു ദേശം മുഴുവനും എഴുന്നേറ്റ് നിന്നാലും, एक देश भी चाहे आपके विरुद्ध में खड़े हो, പൈശാചിക ശക്തികൾ എഴുന്നേറ്റ് നിന്നാലും, चाहे शैतानिक ताकतें आपके विरुद्ध में खड़े हो, നാം ദൈവത്തിൻ്റെതായതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കും. लेकिन हम परमेश्वर के हैं तो परमेश्वर हमारे अनुकूल में खड़े होंगे. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് അനുവാദമായി എഴുന്നേറ്റിരിക്കുന്നു. आज की रात परमेश्वर की आत्मा इस प्रकार कहती है कि परमेश्वर आपके साथ खड़े हैं. ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുവാദം തന്നിരിക്കുന്നു. परमेश्वर ने आपके लिए अनुमति दे दी है. ശുശ്രൂഷ മണ്ഡലത്തിൽ ഉയർന്നു വരാൻ സമ്മതിക്കാതെ, और सेवकाई के मंडल में आपको ऊंचा उठने ना देने वाले, ശുശ്രൂഷയിൽ നാം ഉയർന്നു വരാതെ, सेवकाई में हमें ना बढ़ने वाले, അത് വർഷിപ്പ് ചെയ്യുന്നതാകട്ടെ, അത് പ്രസംഗിക്കുന്നതാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, वो चाहे आराधना हो, चाहे वचन मनन हो, चाहे प्रार्थना हो, അത് ലീഡ് ചെയ്യുന്നതുമായിക്കൊള്ളട്ടെ, चाहे वो लीडिंग करना हो, അതിന് തടസ്സമായി പിശാച് എത്ര ശക്തിയോടെ എഴുന്നേറ്റാലും, चाहे शैतान बहुत सामर्थ्य लेकर हमारे विरुद्ध खड़े हो, ദൈവം നമുക്ക് വേണ്ടി അനുവാദമായി എഴുന്നേറ്റിരിക്കുന്നു. परमेश्वर हमारे लिए अनुमति देकर खड़ा है. ദൈവം നിങ്ങൾക്ക് അനുവാദമായി എഴുന്നേറ്റിരിക്കുന്നു. परमेश्वर आपके लिए अनुमति लेकर खड़ा है. ആ ദൂത് ഏറ്റെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. उस दूत को अंगीकार करने वाले सारे अपने हाथ को ऊंचा करके हालेलुया बोले. ആ ദൂത് എന്നോടാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. जितने लोग ये विश्वास करते हैं कि ये दूत मुझसे परमेश्वर बोल रहे हैं, वो अपने हाथों को ऊंचा करें. ഞാൻ ശുശ്രൂഷ മണ്ഡലത്തിൽ കയറി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ശുശ്രൂഷയിൽ കയറി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. हम अपने जीवन में एक सेवकाई की और ऊंचाई से बढ़ना चाहते हैं. ഞാൻ പ്രാർത്ഥന വീരയായി എഴുന്നേൽക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. मैं एक प्रार्थना वीर करके एक ऊंचा उठना चाहता हूँ. എനിക്ക് ആത്മാവിൽ ആരാധന വർഷിപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. मैं इच्छा रखता हूँ कि मैं आत्मा में आराधना करूं. പക്ഷെ എന്തൊക്കെയോ നമ്മളെ ബന്ധിക്കുന്നത് പോലെ, लेकिन ऐसा है कि कुछ चीजें हमें बंधन में डाल रही हैं. എന്തൊക്കെ നമ്മെ അടിച്ച बहुत कुछ चीजें ऐसे हमें जकड़ रही है. ഒരു ശക്തികൾ നമുക്കെതിരെ എഴുന്നേൽക്കുന്നെങ്കിൽ, अगर कोई इस प्रकार की शक्ति हमारे ऊपर कार्य कर रही है तो, പൈശാചികന്റെ പോരാട്ടം നമ്മോട് പോരാടുന്നെങ്കിൽ, अगर शैतानिक ताकतें हमारे विरुद्ध खड़ी हो रही हैं तो,
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദൂത് കൈമാറുന്നു, परमेश्वर की आत्मा आपसे इस प्रकार कहती है നിങ്ങൾ ദൈവത്തിൻ്റെതായതുകൊണ്ട്, कि आप परमेश्वर के हैं, इसलिए ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട്, आपको परमेश्वर ने चुन लिया है, इसलिए നിങ്ങൾ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരാകുന്നത് കൊണ്ട്, आप परमेश्वर की इच्छा के अनुसार कार्य करते हैं, इसलिए എത്ര പൈശാചിക ശക്തികൾ നമുക്കെതിരായി എഴുന്നേറ്റാലും, चाहे जितनी भी शैतानिक ताकतें आपके विरुद्ध खड़े हो, സ്വർഗം തുറന്ന് ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായി എഴുന്നേറ്റിട്ടുണ്ട്. स्वर्ग खोलकर परमेश्वर हमारे लिए अनुकूल में खड़ा है. ശിഷ്യന്മാരുടെ ശുശ്രൂഷകൾക്കെതിരെ പല പ്രതിസന്ധികൾ എഴുന്നേറ്റപ്പോഴും, और चेलों की सेवकाई के विरुद्ध जब बहुत सारी परेशानियां खड़ी हुई, ആ പ്രതിസന്ധികൾക്ക് മീതെ ദൈവം അവർക്ക് അനുകൂലമായി എഴുന്നേറ്റു. और उन परेशानियों के बीच में भी परमेश्वर उनके लिए अनुकूल होकर खड़े हुए. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഫേബ സിസ്റ്ററിനെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ट्रांसलेट करने वाली बहन से परमेश्वर की आत्मा इस प्रकार कहती है, ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ മണ്ഡലങ്ങളിലേക്ക് ദൈവം സഹോദരിയെ നടത്തുകയാണ്. अभी तक जितनी भी सेवकाइयां आपने सोची नहीं है, उसमें परमेश्वर आपको बढ़ाने जा रहे हैं. ഏബൽ വർഗീസ് ദൈവദാസനെ നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. परमेश्वर की आत्मा एबल वर्गीस भाई से कह रहे हैं. ഷോൺ ദൈവദാസനെ നോക്കി പരിശുദ്ധാത്മാവ് അധികാരമായി സംസാരിക്കുന്നു. और अधिकार के साथ परमेश्वर की आत्मा शॉन भाई से बोल रही है. ഷാരോൺ മാത്യു സിസ്റ്ററിനെ നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. और शारून बहन से परमेश्वर की आत्मा इस प्रकार बोल रही है. അഴിയ സിസ്റ്ററിനെ നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. रिपीट ചെയ്യാമോ? മാരിയ സിസ്റ്ററിനെ നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. और मरिया बहन को देखकर परमेश्वर की आत्मा इस प्रकार कहती है. ദൈവദാസനെ നോക്കി അങ്ങനെ എല്ലാവരും നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. और ब्लेसन भाई को देखकर और इस मीटिंग में शामिल सभी को देखकर परमेश्वर की आत्मा इस प्रकार बोल रही है. നിങ്ങൾ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട്, आप लोग परमेश्वर की इच्छा के अनुसार करने के लिए निकले हैं, इसलिए എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ എഴുന്നേറ്റു വന്നാലും, चाहे जितनी भी परेशानियां आपके जीवन में आए, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കെതിരെ വന്നെന്ന് പറഞ്ഞാലും, चाहे कितनी भी मुश्किलें आपके विरुद्ध में खड़ी होकर आए, ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായി എഴുന്നേറ്റിട്ടുണ്ട്. परमेश्वर आपके अनुकूल होकर खड़े हुए हैं. യെരൂശലേം ദേവാലയത്തെ പണിയുവാൻ ഒരു കൂട്ടം ശത്രു സൈന്യങ്ങൾ തടസ്സമായി നിന്നപ്പോൾ, एक सेना ही यरूशलेम की बनाने के विरुद्ध में जब खड़ी हुई, കോരശിന് കൂടി ദൈവത്തിന്റെ ആത്മാവ് അനുവാദം നൽകി. और कुस्रू के द्वारा परमेश्वर के आत्मा ने अनुमति दी. ദൈവജനത്തെ ഒതുക്കി വച്ചിരുന്ന ദുഷ്ട സൈന്യത്തെ, और परमेश्वर की आत्मा को थमते हुए जिस सेना ने काम किया, തകർക്കുവാനുള്ള അധികാരം കോരശിന് കൊടുത്തു. और नष्ट करने वाली आत्मा को परमेश्वर ने कुस्रू को दिया. ചിലതിനെ അടക്കി ഭരിക്കുന്ന, और किसी को थम कर रखने वाले, ചിലതിന് മേൽ ആധിപത്യം പറയുന്ന, और किसी पर अधिकार बोलने वाले, പൈശാചികന്റെ ശക്തികളെ തകർക്കുവാൻ, और शैतानिक ताकतों को नष्ट करने के लिए ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. और परमेश्वर आपको इस्तेमाल करने जा रहे हैं. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. परमेश्वर आपके लिए कार्य करने जा रहे हैं. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട്, आप परमेश्वर के द्वारा चुने हुए हैं. നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട്, आपको परमेश्वर ने देखा है. ദൈവം നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ട്, क्योंकि परमेश्वर ने आपको स्वीकार कर लिया है. ചില ശത്രു സൈന്യത്തെ തകർക്കുവാൻ ഈ നാളിൽ ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു.
कुछ शत्रुओं की सेना को नष्ट करने के लिए परमेश्वर हमें खड़ा करने जा रहे हैं। ഈ ലോകത്തിൽ താമസിക്കുന്ന इस दुनिया में रहने वाले നമ്മെ പോലുള്ള ചെറുപ്പക്കാരെ പാപത്തിലേക്ക് പിശാച് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ, जब शत्रु हमारी तरह युवकों को, नौजवानों को पाप की तरफ खींच कर लेकर जाता है, ആ പാപത്തിന്റെ ശക്തിയെ തകർത്ത് കളഞ്ഞിട്ട് और उस पाप की शक्ति को नष्ट करने के लिए ഒരു കൂട്ടം യുവജനത്തെ നാം തിരിച്ചു എടുക്കുവാൻ പോകുകയാണ്. और एक झुंड नौजवानों को हम वापस लेने वाले हैं। യേശുവിന് വേണ്ടി നേടുവാൻ പോകുകയാണ്. यीशु मसीह के लिए हम उनको पाने जा रहे हैं। അതിനുവേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. और उसके लिए परमेश्वर ने हमें चुन लिया है। അതിനുവേണ്ടി ദൈവം നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു. उसके लिए परमेश्वर ने हमें स्वीकार लिया है। അതിനുവേണ്ടി ദൈവം നമുക്ക് എഴുന്നേറ്റിരിക്കുന്നു. और उसके लिए परमेश्वर हमारे लिए खड़ा हुआ है। കോരശിനെ ദൈവം തന്റെ ഇടയനായി അംഗീകരിച്ചു. कुस्रू को परमेश्वर ने अपने चरवाहे के तौर पे अंगीकार किया। ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവനായി കോരശ് തീർന്നു. और कुस्रू परमेश्वर की इच्छा के अनुसार चलने वाला बना। ഇങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള കോരശിന് വേണ്ടി, इस प्रकार की प्रत्येकता वाले कुस्रू के लिए ആ കോരശിനെ നോക്കി പറഞ്ഞൊരു മറ്റൊരു പദത്തിലേക്ക് നാം തിരിയുകയാണ്. और कुस्रू के बारे में बोले गए दूसरे एक आयत की तरफ हम बढ़ रहे हैं। ചാപ്റ്റർ 45 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ വാക്യം 45 के 1 में इस प्रकार लिखा है, यहोवा अपने अभिषिक्त कुस्रू के विषय यूं कहता है, मैंने उसके दाहिने हाथ को इसलिए थाम लिया। ഇങ്ങനെ പറഞ്ഞു യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട്. और वहां इस प्रकार लिखा है कि परमेश्वर अपने अभिषिक्त कुस्रू के विषय ദൈവത്തിന്റെ അഭിഷക്തനായി പിന്നെ മാറ്റുവാൻ തുടങ്ങി കോരശിനെ. और परमेश्वर ने उस कुस्रू को एक अभिषिक्त करके बदलना शुरू किया। നാളുകൾ അഭിഷക്തമാരായി ഈ നാളുകൾ നിങ്ങളെ ദൈവം മാറ്റുവാൻ പോകുന്നു. और इन दिनों में परमेश्वर आपको अभिषिक्त करके बदलने वाला है। സാധാ ഒരു വിശ്വാസിയായിരിക്കാനല്ല, एक साधारण विश्वासी बनकर नहीं, ദൈവത്തിന്റെ അഭിഷക്തരായി എഴുന്നേൽപ്പാൻ പോകുന്നു. बल्कि परमेश्वर के एक अभिषिक्त के रूप में खड़ा करने वाले हैं। ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തരായി, इस जमाने में एक परमेश्वर के लिए कार्य करने वाले अभिषिक्त के रूप में, ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തീഷ്ണതയോടെ ഇറങ്ങുന്നവരായി, परमेश्वर के लिए कुछ भी करने के लिए तैयार होने वाले बनकर അഭിഷക്തന്മാരായി ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. और ऐसे अभिषेक के रूप में परमेश्वर हमें खड़ा करने वाले हैं। ദൈവം തിരഞ്ഞെടുത്ത കോരശിനെ നോക്കി, और जिस कुस्रू को परमेश्वर ने चुना, ദൈവഹിതം പ്രവർത്തിക്കുന്ന കോരശിനെ നോക്കി, और परमेश्वर की इस इच्छा के अनुसार चलने वाले कुस्रू को देखकर അവന്റെ അഭിഷക്തൻ എന്ന് പറയാൻ തുടങ്ങി. और परमेश्वर का यहोवा का अभिषिक्त करके परमेश्वर ने पुकारा, നിങ്ങൾ ദൈവത്തിന്റെ അഭിഷക്തരാണ്. आप परमेश्वर के अभिषिक्त हैं। ഇതിൽ നമ്മൾ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് മാത്രമായിട്ടല്ല, ये एक प्रार्थना की बंदगी करके नहीं, ഒരു കൂട്ടം അഭിഷക്തർ ഒരുമിച്ച് കൂടുന്ന മീറ്റിംഗ് ആയി മാറുകയാ. बल्कि एक झुंड अभिषेक से भरे हुए लोगों की मीटिंग है। പത്രോസിന്റെ നിഴലിൽ പോലും അഭിഷേകത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചു. और पतरस की परछाई में तक अभिषेक की आत्मा समा गई। നമ്മുടെ പേരിൽ പോലും അഭിഷേകത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കാൻ പോകുന്നു. हमारे नाम में परमेश्वर का अभिषेक भरने वाला है। പത്രോസിന്റെ നിഴലിൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ, जब पतरस की परछाई में अभिषेक समा गया, ഇതുവരെ സംഭവിച്ചിട്ടില്ല ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ തുടങ്ങി. और इस प्रकार के अद्भुत कार्य होने लगे जो अभी तक नहीं हुए। നാം ദൈവത്തിന്റെ അഭിഷക്തരായി മാറുമ്പോൾ, जब हम परमेश्वर के अभिषिक्त के रूप में बदलेंगे, നമ്മുടെ പേരിൽ പോലും അഭിഷേകത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ, जब हमारे नाम में तक अभिषेक की सामर्थ जब समा जाएगी, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. और जो बातें आज तक नहीं हुई उस प्रकार के अद्भुत कार्य होने वाले हैं.
പൈശാചിക ശക്തികൾക്ക് ഭയം തട്ടും വിധത്തിൽ നാം മാറാൻ പോകുന്നു. और शैतानिक ताकतें डरने की रीति पर काम होने वाले हैं. നമ്മളെ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന പാപത്തിന്റെ ശക്തികൾക്ക് പോലും, जो पाप की शक्तियां जो हमें पाप की तरफ खींच कर लेकर जाती हैं, നമ്മുടെ ആത്മീക കാഴ്ചപ്പാടിനെ തകർക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ പോലും, और जो शैतानिक ताकतें हमारी आत्मिक आंखों को नष्ट करती हैं, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന പൈശാചികന്റെ ശക്തികൾ പോലും, और जो शैतानिक ताकतें हमारे विश्वास को नष्ट करती हैं, നമ്മുടെ വിശുദ്ധിയെ തകർക്കാൻ നിൽക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ പോലും, और जो दुष्ट आत्माएं हमारे पवित्रता को नष्ट करती हैं, ഭയന്ന് ഓടുന്നത് പോലെ, और वो सब भी डर कर भागने की रीति में, ഭയന്ന് ഓടുമാറ് वो सब डर कर भाग जाएंगे. നമ്മൾ മേൽ അഭിഷേകത്തിന്റെ വ്യാപാരം വ്യാപരിക്കുകയാണ്. उस रीति में हमारे ऊपर अभिषेक की सामर्थ आने वाली है. അത് നമ്മുടെ സകല ഇടങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. वो हमारी हर तरफ से हमारे ऊपर समाने वाली है. നമ്മുടെ നോട്ടത്തിൽ പോലും അഭിഷേകം വ്യാപരിക്കുന്നു. हमारी दृष्टि में अभिषेक समाने वाला है. നമ്മുടെ സംസാരത്തിൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. हमारे मुंह से निकलने वाले शब्दों में अभिषेक की सामर्थ समाने वाली है. നമ്മുടെ നടത്തുകിൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. हमारे चलने में अभिषेक की सामर्थ समाने वाली है. ഇനി ഒരു പാപത്തിന്റെ ശക്തികൾക്ക് നമ്മുടെ അരികിൽ വരാതെ വണ്ണം, अब कोई भी शैतानिक ताकतें पाप की सामर्थ हमारे पास नहीं आएंगी. ശത്രുവിന്റെ ഒരു പദ്ധതികൾക്ക് നമ്മുടെ അടുത്തുകൂടെ പോകാൻ പറ്റാത്ത വിധം, और एक भी उपाय शत्रु का हमारे साथ से भी नहीं निकलेगा. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ മേൽ, और परमेश्वर के द्वारा चुने हुए हम लोगों के ऊपर, ദൈവഹിതം പ്രവർത്തിക്കുന്ന നിങ്ങളുടെ മേൽ, परमेश्वर की इच्छा के अनुसार चलने वाले हमारे ऊपर ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. एक अभिषेक की सामर्थ समाने वाली है. അഭിഷേകത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. परमेश्वर की सामर्थ अभिषेक की सामर्थ समाने वाली है. അത് കത്താതെ ആളിപ്പടരുന്ന തീ പോലെ വ്യാപരിക്കുന്നു. वो जलने वाली आग के समान समाने वाली है. അവനത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ऐसा विश्वास करने वाले अब परमेश्वर की महिमा करें. നമ്മുടെ മേൽ അഭിഷേകം വ്യാപരിക്കുകയാണ്. हमारे ऊपर अभिषेक की सामर्थ समाने वाली है. ദൈവത്തിന്റെ അഭിഷേക്തരാണ്. हम परमेश्वर के अभिषेक हैं. 45-ാമത്തെ അധ്യായം പഠിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവന് ജാതികളെ കീഴടക്കി. और 45 जब अध्याय हम पढ़ते आते हैं तब वहां ऐसे लिखा है कि उन्होंने जातियों को दबा दिया. ഇതിനെ കീഴടക്കുവാനുള്ള അധികാരം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. യെസ്. और उस प्रकार दबाने वाली सामर्थ आपके ऊपर समाने वाली है. ചിലതിനെ കീഴടക്കുവാനുള്ള ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. और कुछ चीजों को दबाने की सामर्थ आपके ऊपर आने वाली है. പല യൗവനക്കാരെ തകർക്കുന്ന ദുഷ്ടവ്യാപാരത്തെ കാൽ കീഴിൽ ചതയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. और जो शैतानिक ताकतें बहुत सारे नौजवानों को दबाने की सामर्थ से आते हैं, उनको अपने पैर के नीचे दबाने की सामर्थ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. और वो सामर्थ आपके ऊपर समाने वाली है. അവനെ കീഴടക്കുവാനുള്ള അധികാരം കിട്ടി. और उसको दबाने की सामर्थ उसे मिली. അടുത്ത രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും, और राजाओं की कमर को ढीली करने के लिए, രാജാക്കന്മാരുടെ അധികാരത്തെ പോലും തകർക്കുന്ന വിധത്തിൽ, राजाओं के अधिकार को तक नष्ट करने की रीति में, അർത്ഥം ദൈവജനത്തെ ഒതുക്കി വച്ചിരുന്നത്, ഇസ്രായേൽ ജനത്തെ ഒതുക്കി വച്ചൊരു ശത്രു സൈന്യമായിരുന്നു ബാബേൽ എന്ന് പറയുന്നത്. और इस्राएली प्रजा को दबा के रखने वाली एक सेना थी बाबेल. ബാബിലോൺ ബാബിലോൺ बेबीलोन जो इस्राएल की प्रजा को दबाव में रखने वाली थी. ആ അധികാരത്തെ തകർക്കുവാനുള്ള അധികാരം ദൈവം കോരശിന് കൊടുത്തു. और उस सामर्थ्य को दबाने के अधिकार को परमेश्वर ने कुसरू को दिया. ഞാൻ വ്യക്തമായി ഈ നൈറ്റ് പ്രയറിൽ ഞാൻ ദൂത് കൈമാറുന്നു.
और मैं सामर्थ्य के साथ इस दूत को आपके हाथों में सौंपता हूँ ചില ദുഷ്ടശക്തികളെ തകർക്കുള്ള അധികാരം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. कि कुछ दुष्ट शक्तियों को दबाने के लिए, हराने के लिए, नष्ट करने की सामर्थ आपके ऊपर समाई हुई है. അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥിച്ച് നേടുന്നവരാണ് വിജയിക്കുന്നത്. और वो ही विजय होते हैं जो प्रार्थना करके उसे जीतते हैं. ആമേൻ. ഹല്ലേലൂയ. हालेलुया. എത്ര പേർക്ക് ഈ വചനത്തിന് മുൻപിൽ സമർപ്പിക്കാൻ കഴിയും? कितने लोग परमेश्वर के वचन के सामने अपने आप को समर्पित कर सकते हैं? ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നും मैं परमेश्वर के द्वारा चुना गया हूँ. ഞാൻ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവനാണെന്നും मैं परमेश्वर की इच्छा के अनुसार चलने वाला हूँ. അതിനാൽ എന്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കുന്നു എന്നും और उस रीति से मेरे ऊपर एक अभिषेक की सामर्थ समाने वाली है. ചിലതിനെ കീഴടക്കുവാനുള്ള അധികാരം എനിക്കുണ്ടെന്നും और कुछ चीजों को दबाने के अधिकार मेरे पास है. ചില ദുഷ്ട അധികാരത്തെ തകർക്കുവാനുള്ള അധികാരമുണ്ടെന്നും और कुछ शैतानिक ताकतों को नष्ट करने की सामर्थ मुझ में है. തിരിച്ചറിഞ്ഞും മനസ്സിലാകുന്നവരാണ് വിജയത്തിലെത്തുന്നത്. और ऐसे അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. महिमा करें. हालेलुया. വീണ്ടും എഴുതിയിരിക്കുന്നു, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും. और फिर वहां पे लिखा है कि फाटकों को खोलने के लिए. ഈ ദൂതെന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. और इसके बाद हम प्रार्थना करके समाप्त करने वाले हैं. ചിലത് നമുക്ക് തുറക്കാൻ പോകുന്നു. और कुछ हमारे लिए खुलने वाला है. അടഞ്ഞിരിക്കുന്ന ചില വിടുതലുകൾ, നന്മകൾ നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. और कुछ आशीषें जो हमारे लिए बंद की गई हैं वो हमारे लिए खुलने वाली हैं. പിശാച് അടച്ചിരിക്കുന്ന ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. और जो दरवाजे जो शैतान ने हमारे लिए बंद की हैं वो परमेश्वर हमारे लिए खोलने वाले हैं. എത്ര ശക്തിയുള്ളതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുകയാണ്. चाहे जितने भी सामर्थ्य वो हैं, लेकिन परमेश्वर हमारे लिए खोलने वाला है. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിന് വേണ്ടി, और बंदीगृह में डाले गए पत्रस के लिए, ദൈവം തിരഞ്ഞെടുത്ത പത്രോസിന് വേണ്ടി, जिस पत्रस को परमेश्वर ने चुना, ദൈവഹിതം പ്രവർത്തിക്കുന്ന പത്രോസിന് വേണ്ടി, परमेश्वर की इच्छा के अनुसार चलने वाले पत्रस के लिए, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പത്രോസിന് വേണ്ടി, परमेश्वर के अनुसार खड़ने वाले पत्रस के लिए, അഭിഷക്തനായ പത്രോസിന് വേണ്ടി, उस अभिषिक्त पत्रस के लिए, കാരാഗ്രഹത്തിലെ വാതിലുകൾ ദൈവം തുറന്നു കൊടുത്തെങ്കിൽ, और उस बंदीगृह के दरवाजों को अगर परमेश्वर ने खोला, ഇരുമ്പ് വാതിലുകൾ ദൈവം തുറന്നെങ്കിൽ, अगर उस लोहे के दरवाजों को परमेश्वर ने खोला, ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കാൻ പോകുന്നു. तो हे परमेश्वर की प्रजा, आपके लिए परमेश्वर बहुत कुछ खोलने वाला है. ശുശ്രൂഷ മണ്ഡലത്തിൽ അടയപ്പെട്ട വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. सेवकाई के बीच में जो दरवाजे आपके लिए बंद किए गए हैं वो आपके लिए परमेश्वर खोलने वाला है. പ്രാർത്ഥനാ ജീവിതം അടയപ്പെട്ടെങ്കിൽ അത് തുറക്കാൻ പോകുന്നു. अगर प्रार्थना की जिंदगी आपके जीवन में बंद है तो परमेश्वर आपके लिए खोलने वाले हैं. വിശ്വാസത്തിന്റെ മണ്ഡലങ്ങൾ അടഞ്ഞെങ്കിൽ അത് തുറക്കാൻ പോകുന്നു. अगर विश्वास की जिंदगी आपके जीवन में बंद है तो परमेश्वर आपके लिए खोलने वाले हैं. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ചിലത് അടഞ്ഞെങ്കിൽ അത് തുറക്കാൻ പോകുന്നു. अगर पढ़ाई के मामले में आपके दरवाजे बंद है तो परमेश्वर आपके लिए खोलने वाले हैं. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നിരിക്കുന്നു. हे भाइयों, आपके लिए परमेश्वर ने दरवाजा खोल दिया है. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. और ये विश्वास करने वाले परमेश्वर की महिमा करें. ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന ചിലത്, और परमेश्वर हमारे लिए दरवाजे खोलने वाले हैं. ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. परमेश्वर हमारे लिए खोलने वाले हैं. ഒരു വാക്കിന് പറയട്ടെ, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ദൈവം അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. और दरवाजे बंद ना हो इसलिए परमेश्वर ने उसके हाथ को थामा हुआ है. കോരശിനെ നോക്കി പറഞ്ഞു, ദൈവം നിന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു.
और कुष्ठ को देखकर इस प्रकार कहा कि परमेश्वर ने तेरे दाहिने हाथ को पकड़ा हुआ है। സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. हे भाइयों, परमेश्वर ने आपके हाथ को पकड़ा है। ഇനി ഒരു ദുഷ്ടശക്തികൾക്കും നമ്മെ തൊടാൻ പറ്റാത്ത വിധത്തിൽ अब किसी भी दुष्ट शक्ति जो आपको छू नहीं पाएगी, ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. उस रीति से परमेश्वर ने आपके हाथों को थाम लिया है। ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. परमेश्वर ने हमारे हाथ में पकड़ा हुआ है। എല്ലാ കണ്ണും ഒരു നിമിഷം അടയട്ടെ. सबकी आंखें थोड़े समय के लिए बंद करें। എല്ലാ അധരങ്ങളും തുറക്കട്ടെ. सारे अपने मनों को खोलें। ദൈവമേ, നീ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. हे परमेश्वर, मैं विश्वास करती हूँ कि आपने मुझे चुना है। ദൈവമേ, അങ്ങയുടെ ഹിതം പ്രവർത്തിക്കത്തക്കവണ്ണം എന്നെ നിയോഗങ്ങളിലേക്ക് നടത്തണമേ. हे परमेश्वर, मुझे उन रास्तों में चलाओ जिससे मैं आपकी इच्छा को पूरी कर सकूं। ചിലതിന്റെ മേൽ അധികാരം സ്ഥാപിക്കുവാനുള്ള ഒരു ദൈവസ്ഥാനത്തെ ഞങ്ങളുടെ മേൽ പകരണമേ. और कुछ बातों पर अधिकार जताने के लिए उस सामर्थ्य को मेरे ऊपर देना परमेश्वर। ചിലതിനെ കീഴടക്കുന്ന ഒരു ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. और कुछ चीजों को दबाने की सामर्थ परमेश्वर आप मुझे देना। ഞങ്ങൾക്ക് വേണ്ടി നീ ചിലത് തുറക്കുമാറാകണമേ. और हमारे लिए आप परमेश्वर कुछ दरवाजों को खोलना। ഞങ്ങളുടെ കരത്തിൽ അങ്ങ് പിടിക്കുമാറാകണമേ. आप परमेश्वर हमारे हाथों को पकड़ लेना। അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷ അടയാളത്തിൽ ദൈവത്തെ അല്പസമയം സ്തുതിക്കട്ടെ. जिन्होंने आत्मा के अभिषेक पाया है, अन्य भाषा पाया है, वो कुछ समय परमेश्वर के नाम की महिमा करें। നിങ്ങൾ ദൈവത്തിന്റേതാണ്. आप परमेश्वर के हैं। നിങ്ങൾ ദൈവഹിതം പ്രവർത്തിക്കുന്നവരാണ്. आप परमेश्वर की इच्छा के अनुसार चलने वाले हैं। പ്രത്യേക അഭിഷേകം വ്യാപരിക്കുന്നു. और आपके ऊपर एक सामर्थ्य समाने वाली है। ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. परमेश्वर ने आपके हाथ को पकड़ा हुआ है। ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. मैं आपके लिए प्रार्थना करने जा रहा हूँ। പരിശുദ്ധനായ ദൈവമേ, हे सर्वशक्तिमान परमेश्वर, ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി. आज की रात को आपका शब्द, आपका आवाज आपने सुनाया, इसलिए धन्यवाद करता हूँ। ഞങ്ങളുടെ ആത്മീക മണ്ഡലത്തെ അങ്ങ് ഉണർത്തിച്ചതിന് നന്ദി. हमारी आत्मिक सीमाओं को आपने जागृत किया, इसलिए आपका धन्यवाद करता हूँ। ഞങ്ങൾ കാര്യമില്ലെന്നുള്ള ചിന്ത മാറിയതിന് നന്ദി. हमारे लिए कोई नहीं है, इस चिंता को आपने हटाया, इसलिए धन्यवाद करता हूँ। ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സ്വർഗം തുറന്നിരിക്കുന്നതിന് നന്ദി. आपने हमारे लिए स्वर्ग को खोल दिया, इसलिए आपका धन्यवाद करता हूँ। നീ എന്റേതാണ് എന്ന് ദൈവം എന്നെ നോക്കി പറഞ്ഞതിന് നന്ദി. आपने हमें देखकर कहा कि हम आपके हैं, इसलिए आपका धन्यवाद करते हैं। ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നതിന് നന്ദി അപ്പച്ച. एक अभिषेक को आपने हमारे ऊपर दिया, इसलिए हम आपका धन्यवाद करते हैं। ചില ശക്തികളെ കീഴടക്കുവാനുള്ള ദൈവസ്ഥാനത്തെ ഞങ്ങളുടെ മേൽ തന്നതിന് നന്ദി. और कुछ शक्तियों को नष्ट करने की सामर्थ्य आपने दी, इसलिए आपका धन्यवाद करते हैं। ഞങ്ങളുടെ മേൽ ദൈവസ്ഥാനത്തിൽ ദൈവം വീണ്ടും അയക്കുമാറാകണമേ. और आपका सानिध्य, आपकी सामर्थ्य एक बार हमारे ऊपर देना परमेश्वर। ഞങ്ങളെ കാണുന്ന പൈശാചിക ശക്തികൾ ഞങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. और जो हमारे विरुद्ध खड़े होते हैं शैतानिक ताकतें, वो हमें छोड़कर भाग जाएं। അനേക യൗവനക്കാരെ നേടുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. अनेकों नौजवानों को आपके पास लाने के लिए आप हमें इस्तेमाल करना परमेश्वर। ഈ ഗ്രൂപ്പിലേക്ക് അനേക യൗവനക്കാർ ചേർന്ന് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. और यीशु मसीह के नाम से बहुत नौजवान लोग इस ग्रुप की ओर बढ़े। ഇതിൽ വർക്ക് ചെയ്യുന്ന സഹോദരങ്ങൾ അഭിഷേകത്തിൽ ദൈവം നിറയ്ക്കുമാറാകണമേ. और इस ग्रुप में कार्य करने वाले सारे भाइयों बहनों को आप परमेश्वर के सामर्थ्य से कार्य करने के लिए आप सहायता करें। ദൈവത്തോട് കൂടെ ചേർന്ന് വസിക്കുന്ന, परमेश्वर के साथ वास करने वाले, ദൈവഹിതം തിരിച്ചറിയുന്ന परमेश्वर की इच्छा को समझने वाले ഒരു കൂട്ടം